إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. ولقد نصركم الله ببدر وأنتم أذلة فاتقوا الله لعلكم تشكرون. ബഹുമാന്യരായ സത്യവിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനുൽ ഇസ്ലാമിൻ്റെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ സകല മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയിലധിഷ്ഠിതമായ ജീവിതം നയിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ജീവിതത്തിൻ്റെ പരസ്യ മേഖലകളിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന അവൻ്റെ ഉത്തമരായ അടിമകളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അനുഗ്രഹീതമായ റമദാനിൻ്റെ പകുതി ഭാഗത്തിലേക്ക് അത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ഇസ്ലാമിക ചരിത്രത്തിൽ ഹിജ്റയുടെ 2-ാം വർഷം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാൻ കഴിയാത്ത, വിശ്വാസികൾക്ക് ഏറെ ഗുണപാഠമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ഒരു സംഭവമായിരുന്നു ബദർ. പലപ്പോഴും ബദറിനെ പല നിലക്കും പല വീക്ഷണ കോണുകളിലൂടെയും നോക്കിക്കാണുന്ന മുസ്ലിം സമൂഹത്തിലെ തന്നെ വ്യത്യസ്തമായ വിഭാഗങ്ങളെ നമുക്ക് കാണാൻ കഴിയും. എന്തായിരുന്നു യഥാർത്ഥത്തിലുള്ള ബദർ എന്നോ ആരാണ് ബദരീങ്ങളെന്നോ അറിയാതെ പോയ ഒരു വലിയ മുസ്ലിം സമൂഹത്തെയാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നത്. നമുക്കറിയാം, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രബോധനം ആരംഭിച്ച് മക്കയിലുള്ള ആളുകളോട്
ഏകനായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. അവനല്ലാതെ ഒരു ആരാധ്യരുമില്ല എന്ന ആദർശം പറഞ്ഞത് മുതൽ അതുവരെ തന്നെ അംഗീകരിച്ചിരുന്ന, അതുവരെ ജീവിതത്തിൽ അവർക്കിടയിലുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഒരു മധ്യസ്ഥനായി കണ്ടിരുന്ന, അവരെല്ലാവരും വിശ്വസ്തനെന്നും സത്യസന്ധനെന്നും വിളിച്ചിരുന്ന ഒരു പ്രവാചകൻ ആ നിമിഷം മുതൽ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയവനായി, കുടുംബത്തിൽ ഛിദ്രത ഉണ്ടാക്കിയവനായി, നാട്ടിൽ കുഴപ്പക്കാരനായി മാറുകയാണ്. 40 വയസ്സുവരെ മക്കയിലുള്ള മുഴുവൻ ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചത് അൽ അമീൻ അഥവാ വിശ്വസ്തൻ എന്നാണ്. എന്നാൽ ഹിറാ ഗുഹയിൽ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വഹയ്യ് മുഖേന പ്രവാചകനായി അല്ലാഹു നിയോഗിച്ചത് മുതൽ അവിടെ അങ്ങോട്ട് ആ പ്രവാചകൻ ആ ജനങ്ങൾക്കിടയിൽ ഏറ്റവും വലിയ പ്രശ്നക്കാരനായി മാറിയ ചരിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ പ്രവാചകനിൽ വിശ്വസിച്ച ആളുകൾ അതിശക്തമായി പീഡിപ്പിക്കപ്പെടുകയും ഉണ്ടായി. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് ജീവിതത്തിൽ തീരുമാനമെടുത്ത് ഇസ്ലാമിന്റെ ആദർശത്തിലേക്ക് കടന്നു വന്നതിന്റെ പേരിൽ തുല്യതയില്ലാത്ത പീഡനങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടവരായിരുന്നു നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത്. ആ പീഡനം 1-2 ദിവസമല്ല, 13 വർഷക്കാലത്തെ നിരന്തരമായ പീഡനം സഹിക്കേണ്ടി വന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പിന്നീട് മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. അവിടെയും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുമ്പോൾ മക്കയിൽ മുസ്ലിം സമൂഹം ഒഴിവാക്കിയിട്ടുള്ള സമ്പത്തെടുത്ത് കച്ചവടം നടത്തി അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭം കൊണ്ട് മുഹമ്മദിനെ ആക്രമിക്കണം എന്ന് തീരുമാനിച്ച് അതിനുവേണ്ടി സമ്പത്ത് ശേഖരിച്ച അബൂ സുഫിയാൻ ആ സമ്പത്ത് പിടിച്ചെടുക്കാൻ പടച്ച റബ്ബിന്റെ അനുമതി പ്രകാരം ഇറങ്ങിത്തിരിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും 310-നും 320-നും ഇടക്ക് വരുന്ന സഹാബത്തും. പക്ഷെ അബൂ സുഫിയാൻ മക്കയിലേക്ക് മുഹമ്മദും സംഘവും എന്നെ ആക്രമിക്കാൻ വരുന്നുണ്ട്, നമ്മുടെ കച്ചവട സംഘത്തെ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്നുള്ള വാർത്ത അറിയിക്കുകയും അവിടെ നിന്നും വലിയ ഒരു സൈന്യവുമായി കൊണ്ട് അബൂജഹലും സംഘവും ബദറിലേക്ക് പുറപ്പെടുകയും ചെയ്യുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നവർ ഒരു യുദ്ധത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തയ്യാറെടുപ്പുകൾ നടത്തി പുറപ്പെട്ടവരായിരുന്നില്ല. എന്നാൽ അബൂ സുഫിയാനും സംഘവും മറ്റൊരു ഭാഗത്തുകൂടെ രക്ഷപ്പെടുകയും തങ്ങൾ സുരക്ഷിതമായി മക്കയിലേക്ക് തിരിച്ചിട്ടുണ്ട് എന്ന വാർത്ത മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾക്ക് അറിയിച്ചു കൊടുത്തപ്പോഴും അഹങ്കാരത്തോടുകൂടി മുഹമ്മദിനെ തകർക്കണമെന്ന താല്പര്യത്തോടുകൂടി പുറപ്പെട്ടവരായിരുന്നു അബൂജഹലും സംഘവും. പ്രിയമുള്ളവരെ, അങ്ങനെ ബദറിൽ അതിശക്തമായ യുദ്ധം നടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുണ്ടായിരുന്ന സഹാബത്തിന്
സാമ്പത്തികമായ ശേഷിയില്ല, യുദ്ധസാമഗ്രികളില്ല, വാഹനങ്ങളില്ല, ഒട്ടകങ്ങളില്ല, കുതിരകളില്ല, വേണ്ടത്ര യുദ്ധ സംവിധാനങ്ങളില്ലാതെയാണ് അവർ ബദറിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ എല്ലാവിധ ആ കാലഘട്ടത്തിലെ ഏറ്റവും അത്യാധുനികമായ യുദ്ധ സംവിധാനങ്ങളുമായി കൊണ്ട് 3 ഇരട്ടി വരുന്ന സൈന്യവുമായി കൊണ്ടാണ് അബൂജഹലും സംഘവും ബദറിലേക്ക് കടന്നു വരുന്നത്. അതിശക്തമായ നിലക്കുള്ള യുദ്ധം നടന്നു. മുസ്ലിം സമൂഹത്തിൽ നിന്ന് 14 പേർ ഷഹീദുകളായി. മുശ്രിക്കുകളുടെ ഭാഗത്ത് നിന്ന് 70ഓളം പേർ വധിക്കപ്പെട്ടു. 70ഓളം ആളുകളെ ബന്ദിയാക്കി പിടിക്കപ്പെടുകയും ചെയ്തു. 3 ഇരട്ടി വരുന്ന സർവായുധ വിഭൂഷിതരായ മക്കയിലെ മുശ്രിക്കുകളെ ഏറ്റവും ദുർബലന്മാരായ എന്നാൽ അതിശക്തമായ മൂർച്ചയുള്ള ആദർശവുമായി മുന്നോട്ട് പോയ മുസ്ലിം സമൂഹം ജയിച്ചടക്കിയ സംഭവമാണ് ബദർ എന്ന് പറയുന്നത്. അതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങളിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. സഹോദരങ്ങളെ, ഈ ബദറിൽ പങ്കെടുത്ത ആളുകളെയാണ് ബദരീങ്ങൾ എന്ന് പേര് വിളിക്കപ്പെടുന്നത്. ഒരു ചെറിയ ശതമാനം ആളുകളെങ്കിലും ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോയ ആളുകൾ ഉണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോകാറുണ്ട്. എന്നാൽ 310-നും 320-നും ഇടയ്ക്ക് വരുന്ന 13 എന്ന അഭിപ്രായമുണ്ട്, 17, 19 എന്നൊക്കെ അഭിപ്രായമുണ്ട്. ആ ആളുകളാണ് ബദരീങ്ങൾ. ബദരീങ്ങളുടെ നേതാവാണ് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാണ് പ്രിയമുള്ളവരെ ബദർ സംഭവിച്ചത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ എന്തെങ്കിലും ആ സമൂഹത്തിന്റെ നിരക്കാത്ത അധാർമികമായ പ്രവണതകൾ സമൂഹത്തിൽ വളർത്തിക്കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? അവർക്കിടയിൽ എന്തെങ്കിലും ആ നാട്ടിൽ അവർക്ക് ചെയ്യാൻ പറ്റാത്ത, ചെയ്യരുത് എന്ന് അധാർമികമായി കണ്ടിരുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഒരേ ഒരു ആദർശത്തിന്റെ പേരിലാണ് ബദർ ഉണ്ടായത്. ഒരേ ഒരു ആദർശത്തിന്റെ പേരിലാണ് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകേണ്ടി വന്നത്. ഏകനായ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞതിന്റെ പേരിലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹതയുള്ള ഒരു ഇലാഹുമില്ല, യഥാർത്ഥ ആരാധ്യൻ അല്ലാഹു മാത്രമാണ് എന്ന് ജനങ്ങളെ പഠിപ്പിച്ചതിന്റെ പേരിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിശക്തമായ നിലക്കുള്ള പ്രയാസങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബത്തിനെയും കൊണ്ടുപോയത്. ഈ ബദരീങ്ങളെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ ആളുകളെ, അല്ലാഹുവിന്റെ മാർഗത്തിൽ വധിക്കപ്പെട്ട ആളുകളെ അവർ മരിച്ചുപോയവരാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ബൽ അഹ്യാഉൻ, പക്ഷേ അവർ ജീവിച്ചിരിക്കുന്നവരാണ്. എവിടെയാണ് പ്രിയമുള്ളവരെ അവർ ജീവിച്ചിരിക്കുന്നത്? നമുക്കിടയിലാണോ? ഈ ഭൂമി ലോകത്താണോ അവർ ജീവിച്ചിരിക്കുന്നത്? വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, ഇൻദ റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ അടുക്കൽ അവർ ജീവിച്ചിരിക്കുന്നവരാണ്. മാത്രമല്ല യുർസഖൂൻ, അവർ ഉപജീവനം നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുമാണ്. പല ആളുകളും തെറ്റിദ്ധരിച്ചു പോയത്, ഈ ബദരീങ്ങളായ ആളുകൾ നമ്മുടെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ കേൾക്കാൻ, നമ്മുടെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളെ പരിഹരിക്കാൻ വേണ്ടി
നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നവരായിക്കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടി നമ്മുടെ പ്രാർത്ഥനകളും ആരാധനകളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ കേൾക്കുന്ന നിലയ്ക്ക് ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്നാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അല്ലാഹുവിന്റെ അടുക്കൽ അവർ ജീവിച്ചിരിക്കുന്നു എന്നാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഷഹീദായ ആളുകൾ അവരതാ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആത്മാക്കളെ പച്ചവർണ്ണങ്ങളുള്ള കിളികളിൽ സന്നിവേശിപ്പിക്കുകയും എന്നിട്ട് സ്വർഗ്ഗലോകത്ത് അവർ പാടി നടക്കുകയും സ്വർഗീയമായ പഴങ്ങൾ ഭക്ഷിക്കുകയും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അല്ലാതെ നമ്മുടെ പ്രയാസങ്ങൾ കേൾക്കാൻ, നമ്മുടെ ബുദ്ധിമുട്ടുകളും നമ്മുടെ ജീവിതത്തിന്റെ രോഗങ്ങളും മറ്റുള്ള പ്രയാസങ്ങളും ഒക്കെ പരിഹരിക്കാൻ നമുക്കിടയിൽ അവർ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നല്ല, മറിച്ച് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ പച്ചവർണ്ണങ്ങളുള്ള കിളികളിൽ അവരുടെ ആത്മാക്കളെ അല്ലാഹു സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. അവർ ആ സ്വർഗത്തിലൂടെ പാറിക്കളിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ആ സ്വർഗീയമായ പഴങ്ങൾ അവർ ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് പ്രിയമുള്ളവരെ ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് അവരൊക്കെ മരിച്ചുപോയവരാണ് എന്ന് നിങ്ങൾ പറയണ്ട. അല്ലാഹുവിന്റെ അടുക്കൽ അവർ ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അവരാണ് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠവാന്മാരായ ആളുകളാണ് ബദരീകളായ ആളുകൾ. അവരെ ബഹുമാനിക്കുക, ആദരിക്കുക എന്നുള്ളത് ഈമാനുള്ള ഓരോ മുഅ്മിനിന്റെയും ബാധ്യതയാണ്, ഉത്തരവാദിത്വമാണ്. ബദരീകളെ ബഹുമാനിക്കാത്തവർക്ക്, ബദരീകളെ ആദരിക്കാത്തവർക്ക് അവർക്ക് ഇസ്ലാമിൽ സ്ഥാനമുണ്ടോ? പ്രിയമുള്ളവരെ, അവർക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം അല്ലാഹു അവരെ ബഹുമാനിച്ചിട്ടുണ്ട്, ആദരിച്ചിട്ടുണ്ട്. അവരെ നോക്കിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അന്നീ ഖദ് ഗഫർതു ലഹും, നിങ്ങൾക്ക് ഞാനിതാ എല്ലാം പുറത്തു തന്നിരിക്കുന്നു. അല്ലാഹു എല്ലാം പുറത്തു കൊടുക്കാത്ത ആളുകളാണ് പ്രിയമുള്ളവരെ ബദരീകളായ ആളുകൾ. അതുകൊണ്ട് ആ ബദരീകളിൽപ്പെട്ട ആളുകൾ അവരെ ബഹുമാനിക്കൽ ഈമാനിന്റെ ഭാഗമാണ്, ആദരിക്കൽ ഈമാനിന്റെ ഭാഗമാണ്. പക്ഷേ എങ്ങനെയാണ് അവരെ ബഹുമാനിക്കേണ്ടത്, എങ്ങനെയാണ് അവരെ ആദരിക്കേണ്ടത്? പ്രിയമുള്ളവരെ, അവർ ഏതൊരു ആദർശത്തിന് വേണ്ടിയാണോ ജീവിച്ചത്, ഏതൊരു ആദർശത്തിന് വേണ്ടിയാണോ അവർ ബദറിൽ ഏറ്റുമുട്ടിയത്, ഏതൊരു ആദർശത്തിന് വേണ്ടിയാണോ അവർ ശരീരുകളായത്, ആ ആദർശത്തിന് വേണ്ടി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ആ ആദർശത്തിന് വേണ്ടി ത്യജിക്കാൻ നമുക്ക് സാധിക്കണം. ആ ആദർശത്തിന് വേണ്ടി നമ്മുടെ ശരീരവും നമ്മുടെ സമ്പത്തും നമ്മുടെ സമയങ്ങളും ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ അവരെ ബഹുമാനിക്കേണ്ടത്. അല്ലാതെ അവരോടുള്ള ബഹുമാനവും ആദരവും എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്ത് എല്ലാ മുൻകഴിഞ്ഞ തലമുറകളും പ്രവാചകന്മാരെ ബഹുമാനിച്ചതുപോലെ, സ്വാലിഹീങ്ങളെ ബഹുമാനിച്ചതുപോലെ ഒരിക്കലും നമ്മൾ ബഹുമാനിച്ചുകൂടാ. എന്തേ മുൻഗാമികൾക്ക് സംഭവിച്ചത്? പ്രിയമുള്ളവരെ, വദ്, സുവാഅ്, യഊസ്, യഊഖ്, നസ്റ് എന്ന് അറിയപ്പെട്ടിരുന്ന നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്ന ജനതയിലെ സ്വാലിഹീങ്ങളായ മനുഷ്യരാണ്. 5 ആളുകൾ. വദ്, സുവാഅ്, യഊസ്, യഊഖ്, നസ്റ്, ഈ 5 ആളുകൾ സ്വാലിഹീങ്ങളായ മനുഷ്യരാണ്. ഇസ്മാഉ റിജാലിൻ സ്വാലിഹീന മിൻ ഖൗമി നൂഹ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനതയിലെ സ്വാലിഹീങ്ങളായ മനുഷ്യരാണ് അവർ. അവർ മരിച്ചപ്പോൾ ആ സ്വാലിഹീങ്ങളുടെ സ്മാരകങ്ങളായിക്കൊണ്ട് അവരുടെ ബിംബങ്ങൾ അവർ കൊത്തിയുണ്ടാക്കുകയാണ്. അവർ ആരാധിച്ചിട്ടില്ല അവർ. പക്ഷേ തലമുറകൾ കഴിഞ്ഞു പോയപ്പോൾ ആളുകൾ അതാ അവരെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തപ്പെട്ടു. കണ്ടോ അവരെങ്ങനെ ബഹുമാനിച്ചത്? വെറും സ്മാരകങ്ങൾ ഓർക്കാൻ വേണ്ടി അവരുടെ ബിംബങ്ങൾ ഉണ്ടാക്കി വെച്ചതാണ്. വദ്ദും സുവാഉം യഊസും യഊഖും നസ്റും സ്വാലിഹീങ്ങളായ മനുഷ്യരാണ്, നല്ല മനുഷ്യരാണ്. പക്ഷെ അവർ ഓർക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച ബിംബം
1-2 തലമുറകൾ കഴിഞ്ഞപ്പോ അവരോട് ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇവരൊക്കെ സ്വാലിഹ്യങ്ങളാണ്, ഇവരൊക്കെ നല്ല നല്ല മനുഷ്യരാണ്, അതുകൊണ്ട് ഇവരിലൂടെയാണ് അള്ളാഹുവിലേക്ക് അടുക്കേണ്ടത് എന്ന വിശ്വാസം അവർക്ക് കടന്നു വന്നു. നിങ്ങൾ നോക്ക്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലേ, അള്ളാഹുവിന്റെ ഖലീല, അള്ളാഹുവിന്റെ കൂട്ടുകാരൻ എന്നറിയപ്പെട്ട പ്രവാചകന്. ആ പ്രവാചകൻ ആദ്യമായി കൊണ്ട് തന്റെ പിതാവിനോട് സംസാരിച്ച സംസാരം എന്താ പ്രിയമുള്ളവരെ? ബിംബത്തെ നിർമ്മിക്കുകയും ബിംബത്തെ ആരാധിക്കുകയും ചെയ്തിരുന്ന എന്റെ പിതാവിനോട് അദ്ദേഹം പറയുകയാണ്, യാ അബതി ലിമ തഅബുദു മാ ലാ യുബ്സിറു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. കാണാത്ത, കേൾക്കാത്ത, ഉപകാരം ചെയ്യാത്ത, ഉപദ്രവം ചെയ്യാത്ത ഈ ബിംബങ്ങളെ എന്തിനാണ് പൊന്നുപിതാവേ അങ്ങ് ആരാധിക്കുന്നത്? കണ്ടോ, അങ്ങനെ ബിംബത്തെ നിർമ്മിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ആ പ്രവണതയെ ഇല്ലായ്മ ചെയ്ത പ്രവാചകനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുമ്പോൾ കഅബാലയത്തിന്റെ ഉള്ളിൽ ഏറ്റവും വലിയ വിഗ്രഹം ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിഗ്രഹമാണ്. കഅബാലയത്തിന്റെ ഉള്ളിൽ 300 ചില്ലറ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും വലുതും ഏറ്റവും പ്രധാനിയുടെയും വിഗ്രഹം ഇബ്രാഹിം നബിയുടെ വിഗ്രഹമായിരുന്നു. പല ചോദ്യങ്ങളിൽ എന്നുവെച്ചാ ബിംബത്തെ എതിർത്ത, ബിംബാരാധന എതിർത്ത പ്രവാചകനെ മക്കയിലെ മുശ്രിക്കുകൾ അവർ ബഹുമാനിച്ചത് എങ്ങനെയാണ്? അദ്ദേഹത്തിന്റെ ബിംബുണ്ടാക്കി വെച്ച് അദ്ദേഹത്തെ ആരാധിച്ചുകൊണ്ടാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആരാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം? ജനങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ട് യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, ഓ ജനങ്ങളെ, അല്ലാഹുവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്, ആ റബ്ബല്ലാതെ നിങ്ങൾക്കൊരു ആരാധ്യനുമില്ല എന്ന് പറഞ്ഞ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ മാതാവായ മറിയമിനെയും ആളുകൾ ബഹുമാനിച്ചത് എങ്ങനെയാണ്? അവരുടെ ബിംബുണ്ടാക്കി വെച്ചു, എന്നിട്ട് അവരോട് ആരാധിക്കാൻ തുടങ്ങി. അല്ലേ, ബദരീങ്ങൾ അള്ളാഹനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ നാട്ടിൽ നിന്ന് നാട്ടിൽ പുറത്താക്കപ്പെട്ടവരാണ്. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു, സുമയ്യ റളിയല്ലാഹു അൻഹ, യാസർ കുടുംബം, എത്ര പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നവർ. എന്തിന്റെ പേരിൽ? അള്ളാഹനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ. ഉമയ്യത്തിന്റെ കിങ്കരന്മാർ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ചുട്ടുപഴുത്ത മണലാരണ്യത്തിലൂടെ ശരീരത്തിൽ പാറക്കല്ല് വെച്ച് കെട്ടി വലിച്ചിഴക്കുകയാണ്. പറയുന്നുണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ഉമയ്യത്തിന്റെ കിങ്കരന്മാർ, ഓ ബിലാൽ, വിളിക്ക്, നീ ഉദ്കുലില്ലാത്ത വൽ ഉസ്സ, ലാത്തെ എന്ന് വിളിക്ക്, ഉസ്സ എന്ന് വിളിക്ക് ബിലാലെ. അദ്ദേഹം ആകാശ ലോകത്തെ കൈകൾ ഉയർത്തി അഹദ് അഹദ് എന്ന് മാത്രം അദ്ദേഹം സംസാരിക്കുകയാണ്. ഇങ്ങനെ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്ന ബിലാൽ റളിയല്ലാഹു അൻഹു അല്ലാഹനെ മാത്രമേ ആരാധിക്കൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഖബ്ബാബ് റളിയല്ലാഹുവിന്റെ ചുമലിലിട്ട തട്ടം ഒന്ന് നിലത്ത് വീണു. അദ്ദേഹത്തിന്റെ മുതുക് കണ്ടപ്പോ റളിയല്ലാഹുവിനെ കരഞ്ഞുപോയി. കാരണം അള്ളാഹനെ മാത്രമേ ആരാധിക്കൂ എന്ന് പറഞ്ഞതിന്റെ പേരിൽ സഹോദരങ്ങളെ ചുട്ടുപഴുത്ത ഇരുമ്പ് തണ്ട് തന്റെ മുതുകിലൂടെ കുത്തിയിറക്കി അതിന്റെ ആ മാംസളമായ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കരിഞ്ഞ് എല്ലു മാത്രമാണ് അദ്ദേഹത്തിന് കണ്ടിരുന്നത്. നിങ്ങൾ അത്രത്തോളം പീഡിപ്പിക്കപ്പെട്ട ആളുകൾ എന്തിനു വേണ്ടി? അള്ളാഹനെ മാത്രം ആരാധിക്കുന്നു പറഞ്ഞതിന്റെ പേരിൽ. അതിനാ ബദറുണ്ടായത് അല്ലേ? നിങ്ങൾ നോക്ക്, ബദറിലേക്ക് പുറപ്പെടുമ്പോൾ പ്രിയമുള്ളവരെ, അബൂജഹൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. അബൂജഹൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്. ആരോടാ? ഇബ്രാഹിം നബിയോടാണോ പ്രാർത്ഥിച്ചത്? ലാത്തയോടാണോ പ്രാർത്ഥിച്ചത്? ഉസ്സയോടാണോ പ്രാർത്ഥിച്ചത്? അല്ല പ്രിയമുള്ളവരെ, അള്ളാഹുവിനോടാ അബൂജഹൽ പ്രാർത്ഥിച്ചത്. അബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് അബൂജഹൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമുക്ക് കാണാം. اللهم انصر على الجندين واكرم الفئتين وخير القبيلتين. اللهم എന്ന് വിളിച്ചുകൊണ്ട് അബൂജഹൽ പ്രാർത്ഥിക്കുന്നത്, اللهم انصر على الجندين,
അല്ലാഹുവേ ഏറ്റവും വലിയ സൈന്യത്തെ നീ സഹായിക്കണേ. വഅക്രിമിൽ ഫിഅത്തൈൻ, ഇതിലെ ഏറ്റവും മാന്യന്മാരായ വിഭാഗത്തെ നീ സഹായിക്കണേ. വഖൈറുൽ ഖബീലത്തൈൻ, ഏറ്റവും നല്ല ഗോത്രക്കാരെ നീ സഹായിക്കണേ. ഇത് പറഞ്ഞിട്ടാണ് അബൂജഹൽ അള്ളാഹിനോട് പ്രാർത്ഥിച്ചിട്ടാണ് ബദറിലേക്ക് വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതും അള്ളാഹുവിനോട് തന്നെയാണ്. തന്റെ കച്ചത്തിന്റെ വെള്ള കാണുമാർ വാനലോകത്തേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഉസാബാ ലാ തുഅബദ് അബദാ. അല്ലാഹുവേ, ഈ ചെറുസംഘത്തെ എങ്ങാനും നീ നശിപ്പിച്ചു കളഞ്ഞാൽ നിന്നെ മാത്രം ആരാധിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടാവുകയില്ല റബ്ബേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവോടാ പ്രാർത്ഥിച്ചത്. പിന്നെ എന്തേ ഇവർക്ക് തമ്മിലുള്ള മതപരമായ പ്രശ്നം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദർശത്തിന്റെ പ്രത്യേകത അല്ലാഹുവോട് മാത്രം പ്രാർത്ഥനകളും ആരാധനകളും ഇസ്തിഗാസകളും അല്ലേ. എന്നാൽ അബൂജഹലിന്റെ ആദർശത്തിന്റെ പ്രശ്നം എന്താണ്? അല്ലാഹ് വേണം, അള്ളാഹിന്റെ കൂടെ ഇബ്രാഹിം നബി വേണം, അള്ളാഹിന്റെ കൂടെ ഇസ്മായിൽ നബി വേണം, അള്ളാഹിന്റെ കൂടെ സ്വാലിഹീങ്ങളായ ലാത്ത വേണം, ഉസ്സ വേണം, മനാത്ത വേണം. എന്തിനെ? അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ. മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. അല്ലാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇബ്രാഹിം നബിയോട് തേടുന്നത്, ഞങ്ങൾ ഇസ്മായിൽ നബിയോട് തേടുന്നത്, ഞങ്ങൾ ലാത്തയോട് തേടുന്നത്, ഞങ്ങൾ ഉസ്സയോട് തേടുന്നത്. അല്ലാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാനാണ്. അള്ളാഹിന്റെ അടുക്കൽ ഞങ്ങൾക്ക് ഇവരൊക്കെ ശുപാർശ പറയുന്ന ആളുകളാകും. ആ വിശ്വാസമായിരുന്നു അബൂജഹലിന്റെ വിശ്വാസം. എന്നാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസം ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു. ആരെയാണ് അല്ലാഹു സഹായിച്ചത്? ആരെയാണ് പ്രിയമുള്ളവരെ സഹായിച്ചത്? അല്ലാഹു പറയാണ്, ഇദ തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. നബിയെ, താങ്കളെ അങ്ങ് അല്ലാഹുവിനോട് ഇസ്തിഗാസ നടത്തിയ സന്ദർഭം, സഹായത്തേട്ട നടത്തിയ സന്ദർഭം ഉണ്ടോ? അല്ലാഹു പറയാൻ, ഇദ തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും, താങ്കൾക്കിതാ അല്ലാഹു ഉത്തരം നൽകിയിട്ടുണ്ട്. അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ, തുടരെയായി ഇറങ്ങുന്ന ആയിരക്കണക്കിന് മലക്കുകളെ കൊണ്ട് അങ്ങയെ സഹായിക്കാം. അല്ലാഹു ഉത്തരം നൽകിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഒരു യോദ്ധാവായോ കുതിരപ്പുറത്ത് കണ്ടു. സഹാബത്ത് പറയാൻ, ശത്രുവിന്റെ നേരെ ഞങ്ങൾ വാൾ വീശുമ്പോഴേക്കും ആ ശത്രുവിന്റെ തലയങ്ങ് അറുക്കപ്പെട്ട നിലയ്ക്ക് വീണുപോയിട്ടുണ്ടാകും. ഉണ്ടോ? അള്ളാഹു സഹായിച്ചു. അള്ളാഹ് മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ആദർശത്തിൽ ജീവിച്ച ആ സ്വഹാബത്തിന് അള്ളാഹു സഹായിച്ചു. അവരെ ബഹുമാനിച്ചത് നമ്മളെങ്ങനെ? മുസ്ലിം സമുദായം എങ്ങനെ ഈ ബദരീങ്ങളെ ബഹുമാനിച്ചത്? ഹിജ്റ 2 ബദർ ഉണ്ടാകുന്നത്. ഹിജ്റ 2 ബദർ ഉണ്ടാകുന്നത് അല്ലേ? അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര വർഷം ജീവിച്ചു? 8 വർഷം. 8 വർഷം ജീവിച്ചു. 8 റമളാൻ 17 കടന്നുപോയി, അഥവാ 8 ബദർ ദിനം കടന്നുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ബദരീങ്ങളോട് എന്തെങ്കിലും തെറ്റുണ്ടായോ? ഏതെങ്കിലും സഹാബിമാര് തേടിയോ? ഈ ബദരീങ്ങളുടെ പേരിൽ ഒരു അറബ് നടത്തിയിട്ടുണ്ടോ? ഈ ബദരീങ്ങളുടെ പേരിൽ ബദർമാല ചൊല്ലിയിട്ടുണ്ടോ? ബദരീങ്ങൾക്കൊക്കെ അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമാണ്. അതുകൊണ്ട് ഈ ബദരീങ്ങളോട് തേടാം എന്ന് പ്രിയമുള്ളവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല, അല്ലേ? എന്നാൽ ഇന്നത്തെ സമൂഹം ബദരീങ്ങളെ ബഹുമാനിച്ചത് എങ്ങനെയാണ്? ബദരീങ്ങളോട് തേടിക്കൊണ്ടാണ്. യമൻ ബിഹി ഹല്ല റജാ വമൻ ബിഹമ്മിൻ നകിദാ ഖുൽനാദിയൻ മുസ്തൻജിദാ യാ അഹ്ല ബദർ ശുഹദാ. ബദർ ശുഹദാക്കളെ എന്ന് വിളിച്ചുകൊണ്ട് നിനക്ക് വല്ല ആപത്തും മനക്ലേശവും വന്നു കഴിഞ്ഞാൽ സഹായം തേടി നീ വിളിച്ചോ. യാ അഹ്ല ബദർ ശുഹദാ, ബദർ ശുഹദാക്കളെ. അതുകൊണ്ടാണ് വല്യമാര് വീഴാൻ പോകുമ്പോ ബദരീങ്ങളെ വിളിച്ചത്. ഈ തെറ്റായ വിശ്വാസം സമൂഹത്തെ പഠിപ്പിച്ചു കൊടുത്തു, അല്ലേ?
ശിർക്കൻ വിശ്വാസം. ബദരീങ്ങൾ എന്തിനു വേണ്ടി ഉണ്ടായോ അതിന്റെ നേരെ വിപരീതമായ ആദർശത്തിലേക്ക് ആ ബദരീങ്ങളെ വെച്ചുകൊണ്ട് സമുദായത്തെ പുരോഹിതന്മാർ കൊണ്ടുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂമു സഅ, അന്ത്യദിനം സംഭവിക്കൂല, ഹത്താ തൽഹഖ ഖബായിലും മിൻ ഉമ്മത്തി ബിൽ മുശ്രികീൻ, എന്റെ സമുദായത്തിൽപ്പെട്ട ആളുകൾ മുശ്രിക്കുകളുമായി ചേരാതെ അന്ത്യദിനം സംഭവിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഏത് വിശ്വാസമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? ബദരീകളെ സ്നേഹിക്കുമ്പോൾ ആ ബദരീകളെ മാത്രം വിളിച്ചു തരാൻ നമ്മൾ തയ്യാറാകണം. ബദറിൽ പങ്കെടുത്ത പല സ്വഹാബിമാരും പ്രിയമുള്ളവരെ പിന്നീട് ഉഹദിലും പങ്കെടുത്തിട്ടുണ്ട്. ഏകദേശം 50 ചില്ലറ സ്വഹാബിമാർ ഉഹദിൽ പങ്കെടുത്തിട്ടുണ്ട്, അല്ലേ? ബദറിൽ പങ്കെടുത്ത എത്രയോ സഹാബിമാർ പിന്നീട് പ്ലേഗ് രോഗം വന്ന് മരിച്ചിട്ടുണ്ട്. എന്നാൽ ബദറുമാരിൽ പറഞ്ഞെന്താ, നിനക്ക് വിശപ്പുണ്ടാകുമ്പോ, അല്ലേ, ദഹം വിശപ്പോ കോണുമാ തളർച്ചയോ തടയിൽ മരിവോ ജിൻ ശൈത്താൻ ചതിയാലോ, ഈ സഹാബിയുടെ പേരിനെ ചൊല്ലുകിൽ ഇവരെ പേര് ചൊല്ലിയാ മദീന. നിനക്ക് വല്ല രോഗം വന്നാല്, പ്രയാസം വന്നാല്, ബുദ്ധിമുട്ട് വന്നാല് ഒക്കെ ഈ സഹാബിമാരുടെ പേരിനെ ചൊല്ലിയാ മതി, അവർക്ക് പെട്ടെന്ന് മാറി കിട്ടുന്ന. അതുപോലെ പ്രസവവേദന വന്ന പെണ്ണുങ്ങള് ഈ ബദരീങ്ങളുടെ പേര് പറഞ്ഞാൽ മതി. കൂറിയും കൊടിയും നൊമ്പള്ള തന്നെ കുട്ടി വിറക്കലില്ല ശക്തന്നോവർ ബദറുമാലയിൽ കാണാം. വളരെ പെട്ടെന്ന് അവര് പ്രസവം നടക്കുന്നു. ഇതൊക്കെ ആരാണ് സുഹൃത്തുക്കൾ ഉണ്ടാക്കിയത്? ആരാണ് ബദരീങ്ങൾ? അള്ളാഹനെ മാത്രം വിളിച്ചു തേടി അതിനുവേണ്ടി ജീവത്യാഗം സഹിച്ചവർ. ആ ബദരീങ്ങളുടെ നേതാവാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിൽ പട്ടിണിയായിരുന്നു. ലോകത്തോട് വിട പറയുമ്പോൾ അവിടുത്തെ പടയങ്കി ജൂതന്റെ വീട്ടിലെ പ്രണയത്തിലാണ്, അല്ലേ? ആ റൂമിലേക്ക് കയറിയ സഹാബിമാര് ചോദിക്കാന്, ഉമ്മ, നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ കഴിഞ്ഞിരുന്നത്? എങ്ങനെ നിങ്ങൾ ഇവിടെ ജീവിച്ചത്? ആ റൂമിന്റെ മൂലയിൽ തൂക്കിയിട്ട തോൽപാത്രം കാണിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ മാതാവ് ആയിഷ അവര് പറയുന്നുണ്ട്, ആ തോൽപാത്രത്തിലുള്ള വെള്ളവും കാരക്കയുമായിരുന്നു ഞങ്ങളുടെ ഭക്ഷണം. അതാ പ്രവാചകൻ സല്ലല്ലാഹു ബദരീങ്ങളുടെ നേതാവാണ്. പച്ചിലയും പച്ചവെള്ളവും കുടിച്ച് ആടുകൾ കാട്ടിക്കുന്നത് പോലെ കാട്ടിച്ചു ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപരോധത്തിന്റെ സന്ദർഭത്തിൽ. എന്നിട്ട് ആ ബദരീങ്ങളെ വിളിച്ചിട്ട് നമ്മളെ കൗമ തരിക. സുഹൃത്തുക്കളെ ആലോചിക്കേണ്ടത്, അതിനു വേണ്ടി പോത്ത്, അല്ലേ? അതിനുവേണ്ടി അറവ് ഇതുണ്ടെങ്കിൽ, ഇസ്ലാമികമാണെങ്കിൽ ഈ ബദറിന് ശേഷവും 8 വർഷക്കാലം ജീവിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിനുശേഷം 30ഓളം വർഷക്കാലത്തോളം ഇസ്ലാമിക രാജ്യം ഭരിച്ച 4 ഖലീഫമാർ ആരെങ്കിലും റമദാൻ 17 കടന്നു വന്നപ്പോൾ ആ ബദറിന്റെ സ്മരണയോ ഓർത്തുകൊണ്ട് ഏതെങ്കിലും ഒരു ജീവി അറുത്തിട്ടുണ്ടോ? ഒരു കോഴിയെങ്കിലും അറുത്തിട്ടുണ്ടോ? ഉണ്ടോ സുഹൃത്തുക്കളെ? ഈ 16 ദിവസം ചെയ്ത നന്മകൾ 17ാമത്തെ ദിവസം അള്ളാഹനെ മാത്രം വിളിച്ചു തേടേണ്ടതിന് പകരം ബദരീങ്ങളെ വിളിച്ചു തേടുമ്പോൾ അതോടുകൂടി എല്ലാം പൊളിഞ്ഞു, അല്ലേ? ശിർക്ക് ചെയ്യുകയാണ്. അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ വൻപാപത്തെ കുറിച്ച് പറഞ്ഞു തരട്ടെയോ? സഹാബത്ത് പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്. ഒന്നാമതായി പറഞ്ഞു, അൽ ഇശ്റാഖു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്. അള്ളാഹ്ക്ക് മാത്രം നൽകേണ്ട ആരാധനകൾ സൃഷ്ടികളിലേക്ക് വകവെച്ചു കൊടുത്താൽ അതോടുകൂടി അവന്റെ എല്ലാ അമലുകളും പൊളിഞ്ഞുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, ലൈൻ അശ്റക്ത, നബിയെ, തങ്ങളെങ്ങാനും ശിർക്ക് ചെയ്താൽ ലയഹ്ബതന്ന അമലുക, നിസ്സംശയം തങ്ങളുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോവുക തന്നെ ചെയ്യും നബിയെ. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നഷ്ടക്കാരിൽ പെട്ടുപോവുക തന്നെ ചെയ്യും നബിയെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാം. ഇത്രയും ഗൗരവമാണ് ശിർക്ക്. മനുഷ്യൻ സൃഷ്ടാവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാതകം അല്ലാഹുവിൽ പങ്കുചേർക്കലാണ്. അതുകൊണ്ടാണ് 1 ലക്ഷത്തിലധികം വരുന്ന 1.25 ലക്ഷത്തോളം വന്ന പ്രവാചകന്മാർ സമൂഹത്തെ ആദ്യം പഠിപ്പിച്ചത് ഏകനായ അല്ലാഹനെ മാത്രം ആരാധിക്കണം. കാരണം അതുണ്ടെങ്കിൽ പിന്നെ മറ്റുള്ള ഏത് നന്മക്കും പ്രസക്തിയുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീന് പഠിക്കാൻ നമ്മൾ തയ്യാറാവുക.
ബദരീങ്ങൾ എന്തൊരാദർശത്തിന് വേണ്ടി ജീവിച്ചുവോ ആ ആദർശത്തിന് വേണ്ടി ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക. ആ ആദർശം എന്ത് എന്ന് നമ്മൾ പഠിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ ലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. الصلاة والسلام على أشرف المرسلين نبينا محمد الأمين وعلى آله وصحبه أجمعين أما بعد. വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഞാൻ സൂചിപ്പിച്ചിരുന്നു, ബദറിൽ പങ്കെടുത്ത ഏകദേശം 56ഓളം സഹാബിമാർ ഉഹദിൽ പങ്കെടുത്തിട്ടുണ്ട്. ഉഹദിൽ അതിശക്തമായ പരീക്ഷണങ്ങൾക്ക് മുസ്ലിം സമൂഹം വിധേയമാക്കപ്പെട്ടു. ബദറിലെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിൽ ശത്രുക്കൾ ഉണ്ടാക്കിയ വാരിക്കുഴിയിൽ വീണു. നമ്മൾ മനസ്സിലാക്കണം, ശത്രുക്കൾ ഉണ്ടാക്കിയ വാരിക്കുഴിയിൽ ബദരീങ്ങളുടെ നേതാവ് വീണുപോയി. അവിടുത്തെ മുൻപല്ല് പൊട്ടി, ശരീരത്തിൽ നിന്ന് രക്തം ഒഴുകാൻ തുടങ്ങി. ബദരീങ്ങളുടെ നേതാവിന് ഒരു സ്റ്റെപ്പ് വെച്ചാൽ മുന്നിൽ വാരിക്കുഴിണ്ടയിൽ ആ പ്രവാചകൻ അറിഞ്ഞില്ല, അല്ലേ? ഖൈബറിൽ വെച്ചുകൊണ്ട് ജൂതയായ ഒരു പെണ്ണ് ആടിന്റെ മാംസത്തിൽ വിഷം കലർത്തി ബദരീങ്ങളുടെ നേതാവ്, നമ്മുടെ നേതാവ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വായിലിട്ട് ചവച്ചു. കൂടെ ഉണ്ടായിരുന്ന ബിശ്ർ റളിയല്ലാഹു അൻഹു അത് കഴിച്ചു. ബിശ്ർ റളിയല്ലാഹു അൻഹു അവിടെ വെച്ച് ഷഹീദായി. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വായിലിട്ട് ചവച്ചു കൊണ്ടിരിക്കെ അല്ലാഹു വഹയി നൽകി, നബിയെ വിഷാംശമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊപ്പിക്കളഞ്ഞു. അവിടുന്ന് ലോകത്തോട് വിട പറയാൻ കാരണമായ രോഗം ബാധിച്ചപ്പോ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്നുണ്ട്, ആയിഷ, അന്ന് ഖൈബറിൽ വെച്ച് ജൂതയായ പെണ്ണ് തന്ന ആ വിഷാംശം എന്റെ നാടി ഞരമ്പുകളെ ബാധിക്കുന്നുണ്ട് ആയിഷ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ആ പ്രവാചകൻ ബദരീങ്ങളുടെ നേതാവാണ്. ആ പ്രവാചകൻ അറിഞ്ഞില്ല മുന്നിലിരിക്കുന്ന ഈ മാംസത്തിൽ വിഷാംശമുണ്ട് എന്ന്. അല്ലാഹു വഹയി കൊടുത്തിട്ടല്ലാതെ എത്ര സംഭവങ്ങൾ. ആ പ്രവാചകൻ അവിടുന്ന് അതിശക്തമായ പനി ബാധിച്ച് നമസ്കാരത്തിന് വേണ്ടി 2 സഹാബിമാരുടെ തോളിൽ കൈയിട്ട് മിഹ്റാബിലേക്ക് വരിക. എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടുമ്പോ അവിടുത്തെ ബോധം ക്ഷയിച്ചു പോകുക, അല്ലേ? തോൽപാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് ആ പ്രവാചകൻ ക്ലാസ്സിലൂടെ തലയിലൂടെ ഒഴിക്കാൻ. ആര്? ബദരീങ്ങളുടെ നേതാവ്. സ്വന്തം ശരീരത്തിന് ബാധിച്ച രോഗം മാറ്റാൻ ആ പ്രവാചകന് കഴിഞ്ഞിട്ടില്ല. എന്നിട്ടല്ലേ നമ്മുടെ പ്രയാസം മാറ്റൽ? നമ്മൾ ആലോചിക്കണം പ്രിയമുള്ളവർ. എന്നിട്ട് ഇന്നത്തെ സമുദായം, മുസ്ലിം സമുദായം, അവരുടെ പേരിൽ ഈ മാലയും മൗലൂദും മറ്റും നടത്തി അവരോട് തേടുകയാണ്, നമ്മുടെ പ്രയാസ ബദരീങ്ങളെ മാറ്റിത്തരണേ, രോഗം മാറ്റിത്തരണേ, ബുദ്ധിമുട്ട് മാറ്റിത്തരണേ, മനക്ലേശം മാറ്റിത്തരണേ. അവരുടെ പ്രയാസം ആരാ നീക്കിയത്? അവർക്ക് അവരുടെ പ്രതിസന്ധികൾ നീക്കം ചെയ്യാൻ കഴിഞ്ഞോ? അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ലോകത്തോട് വിട പറഞ്ഞതിന് ശേഷം പിന്നെയും ബദരീങ്ങൾ ജീവിച്ചിരുന്നിട്ടുണ്ട്. അതിൽ പങ്കെടുത്ത സഹാബിമാർ, അല്ലേ? ആ പങ്കെടുത്ത വ്യക്തിയാണ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. അദ്ദേഹം മരിക്കുന്നത് പ്ലേഗ് രോഗം ബാധിച്ചിട്ട്. ബദരീങ്ങളിൽപ്പെട്ട വ്യക്തിയാണ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. അദ്ദേഹം മരിക്കുന്നത് പ്ലേഗ് ബാധിച്ചിട്ടാണ്. ഹിജ്റയുടെ 17-ാം വർഷത്തിൽ ഷാമിൽ പടർന്നു പിടിച്ച പ്ലേഗ് രോഗം ബാധിച്ചിട്ടാണ് ബദരീങ്ങളിൽപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയുന്നത്. മുആദ് റളിയല്ലാഹു അൻഹു ബദരീങ്ങളിൽപ്പെട്ട സഹാബിയാണ്. ഇതൊക്കെ പറഞ്ഞിരുന്നെന്തിനാണ്? ബദരീങ്ങളെ വിളിച്ച് അവനാന്റെ രോഗം മാറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോ അവർക്ക് ബാധിച്ച രോഗം പോലും മാറ്റാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള വസ്തുത തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. എത്ര സമുദായത്തിന് പറഞ്ഞെടുത്താലും ഒന്ന് തല കൊടുത്ത് ചിന്തിക്കാൻ ഒരു തയ്യാറാവില്ല. അത്രത്തോളം പാമരന്മാരും വിഡ്ഢികളുമായി സമുദായം മാറിക്കൊണ്ടിരിക്കുക. മുആദ് റളിയല്ലാഹു അൻഹു ബദരീകളിൽപ്പെട്ട വ്യക്തിയാണ്. മുആദ് റളിയല്ലാഹു അൻഹു ഭാര്യയും മക്കളും പ്ലേഗ് രോഗം ബാധിച്ചിട്ട മുഴുവൻ ആളുകളും ലോകത്തോട് വിട പറഞ്ഞത് ബദരീകളിൽപ്പെട്ട വ്യക്തിയാണ്. ഇങ്ങനെ എത്ര ആളുകൾ, 1-2 എത്ര ആളുകൾ പ്രയാസങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും വന്നേ
ലോകത്തോട് വിട പറഞ്ഞു. ഇസ്ലാമിക ചരിത്രത്തിൽ കറുത്ത മുത്തെന്നറിയപ്പെടുന്ന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം മരിക്കണവും പ്ലേഗ് രോഗം ബാധിച്ചിട്ട് ബദരീങ്ങളിൽപ്പെട്ട വ്യക്തിയാണ്. ഇവരൊക്കെയാണ് ബദരീങ്ങൾ. അല്ല പോത്തെടുത്തിങ്ങനെ തിന്നലല്ല ബദർ ദിനം കൊണ്ടാടുക എന്ന് പറഞ്ഞാൽ. ഓരോ റമളാനുകൾ 17 കടന്നു വരുമ്പോഴും ശിർക്കിനെതിരെയുള്ള അതിശക്തമായ തയ്യാറെടുപ്പുകളും അതിനുവേണ്ടിയുള്ള തീരുമാനങ്ങളും എടുത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന് വേണ്ടി ജീവിക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കലാണ് ബദർ ദിനം കൊണ്ടാടുക. അതാ ഒരു മുഅ്മിൻ ചെയ്യേണ്ടത്. അല്ല ഇങ്ങനെ ബദരീങ്ങളുടെ പേരും പറഞ്ഞിട്ട് പോത്തിനെ അറുത്ത് അതിങ്ങനെ മൗലൂദും ചൊല്ലി അതിങ്ങനെ തിന്ന് പല്ലുകുത്തി നടക്കലല്ല യഥാർത്ഥ മുഅ്മിൻ എന്ന് പറയുന്നവന്റെ സ്വഭാവം. മറിച്ച് അവരൊക്കെ ഏതൊരാദർശത്തിന് വേണ്ടി ജീവിച്ചോ ആ ആദർശത്തിന് വേണ്ടി ജീവിക്കാൻ തയ്യാറാകണം. പുരോഹിതന്മാരുടെ കാൽച്ചുവട്ടിൽ നിന്ന് തല നമ്മൾ പുറത്തെടുക്കണം. ആദ്യം ഒലിയന്മാരുടെ കാൽച്ചുവട്ട് കൊണ്ടുപോയിട്ട് തല പണയം വെച്ചിട്ടില്ലേ, ആ തല പുറത്തെടുക്കണം. എന്നിട്ട് വിശുദ്ധ ഖുർആൻ ഒന്ന് പഠിക്കണം, പ്രവാചകചര്യ ഒന്ന് പഠിക്കണം. അപ്പോഴേ പഠിച്ച ഹിദായത്ത് തരുള്ളൂ. തലേക്കെട്ടുകാരന്റെ കാൽ കീഴിൽ കൊണ്ടുപോയി തലമണയം വെച്ചവനെ ഹിദായത്ത് ലഭിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി അതിന്റെ മുന്നണി പോരാളികളായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ആരുടെ മുന്നിലും നട്ടല നിവർത്തി ഏതെല്ലാം ആളുകൾ നമുക്കെതിരായാലും, സമൂഹമെതിരായിരുന്നു ബദരീങ്ങൾക്ക്, നാടെതിരായിരുന്നു ബദരീങ്ങൾക്ക്, ചുറ്റുപാടുകളെതിരായിരുന്നു അല്ലേ. വീട്ടിൽ നിന്ന് നാട്ടിപ്പുറത്താക്കപ്പെട്ടവർ ആ ബദരീങ്ങളിൽ ഉണ്ടായിരുന്നു. ഉമ്മമാർ വീട്ടിൽ നാട്ടിപ്പുറത്താക്കിയവർ ആ ബദരീങ്ങളിൽ ഉണ്ടായിരുന്നു. ഒന്നും നിനക്ക് നൽകില്ല എന്റെ സമ്പത്തിൽ നിന്നും എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകൾ ആ ബദരീങ്ങളിൽ ഉണ്ടായിരുന്നു. പടച്ച റബ്ബിന്റെ തൗഹീദിന് വേണ്ടി സലാം പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങി അള്ളാഹിന്റെ ദീനിന് പ്രാധാന്യം കൊടുത്തവരാണ് ബദരീങ്ങള്. നാട്ടിൽ നിന്ന് ഒരു മഹലിൽ നിന്ന് ഒരു കത്ത് വരുമ്പോഴേക്ക് വറച്ചു നിൽക്കുന്ന ദുർബലന്മാരായ മുസ്ലിം നാമധാരികളല്ല. ബദരീങ്ങളുടെ പേര് പറയാൻ അവർക്ക് അർഹതല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നട്ടല്ലോടുകൂടി ആളുകൾക്ക് മുന്നിൽ നിവർന്നു നിന്ന് എന്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പ്രഖ്യാപിക്കാനുള്ള ചങ്കൂറ്റം പ്രിയമുള്ളവരെ നമുക്കുണ്ടാകണം. അതില്ലാത്തിടത്തോളം കാലം നമ്മളെ പലരും ചൂഷണം ചെയ്യും. നമ്മുടെ പരലോകം നഷ്ടപ്പെടും, നമ്മുടെ ദുനിയാവും നഷ്ടപ്പെടും, നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെടും. അതെല്ലാം ചൂഷണം ചെയ്യാൻ മതത്തിന്റെ വേഷം കെട്ടിയ ആളുകൾ നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് അവനവന്റെ പരലോകം മുന്നിൽ കാണുക, അവനവന്റെ ഖബർ മുന്നിൽ കാണുക, അവനവന്റെ വിചാരണയെ മുന്നിൽ കാണുക. എന്നിട്ട് ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് എന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിന്റെ അപ്പുറം ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോകാൻ ഞാൻ തയ്യാറാകില്ല എന്ന് തീരുമാനമെടുക്കുന്നവൻ അവർക്കാണ് ബദരീങ്ങളിൽ പാഠമുള്ളത്, മാതൃകയുള്ളത്. അങ്ങനെ ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തെ മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നോമ്പുകാർക്കായി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് വിളിക്കപ്പെടുന്ന ഏറ്റവും നല്ല നോമ്പുകാരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരങ്ങളുണ്ട്, അള്ളാഹു അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.